റോഷിബാൽ വിവരങ്ങളുമായി. റോഷിബാൽ, ഇപ്പോൾ രാഷ്ട്രീയ പ്രതികരണങ്ങൾ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. 2700 വ്യാജ വോട്ടർ ID ഉണ്ട് എന്നൊരു ആരോപണം CPM ഉന്നയിക്കുന്നു. അവർ ഇതിനകം കലക്ടർക്ക് പരാതി നൽകുകയും ചെയ്തിരിക്കുന്നു. അപ്പുറത്ത് കോൺഗ്രസ് VK ശ്രീകണ്ഠന്റെ പ്രതികരണം, നേരത്തെ പരാതി നൽകിയതാണ്, BLOമാരുടെ പങ്ക് അന്വേഷിക്കണം, ഞങ്ങളിതാ വീണ്ടും പരാതി നൽകാൻ പോകുന്നു എന്നുള്ളതാണ്. BJPയുടെ പ്രതികരണം, പരാജയം മുന്നിൽ കണ്ടുള്ള നീക്കം എന്നുള്ളതാണ്. ഇങ്ങനെ 3 രാഷ്ട്രീയ പാർട്ടികളും പ്രതികരണങ്ങൾ നടത്തുന്നു. അപ്പോൾ ആരാണ് ഈ വ്യാജ ID കാർഡുകൾക്ക് പിന്നിൽ എന്നുള്ള പരിശോധനയിലേക്ക് കടക്കേണ്ടതുണ്ട്. എന്താണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാനാകുന്നത് റോഷിബാൽ? സ്മൃതി, നമ്മൾ നേരത്തെ മന്ത്രി MP രാജേഷ് പറഞ്ഞതുപോലെ കണ്ണാടി പഞ്ചായത്തിലേക്ക് വ്യാജ മേൽവിലാസത്തിൽ വോട്ടർമാരായി വോട്ടർ പട്ടികയിൽ ഇടനേരിയവരുടെ വിവരങ്ങളാണ് അന്വേഷണത്തിലൂടെ പുറത്തു കൊണ്ടുവന്നത്. എന്നാൽ തൊട്ടപ്പുറത്ത് പിരായിരി പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും അടക്കം സമാനമായ രീതിയിൽ വോട്ട് ചേർക്കപ്പെട്ടു എന്ന ആരോപണം ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നലെ നമ്മൾ വോട്ടർ പട്ടിക രാത്രിയോട് ലഭിച്ചപ്പോൾ മലമ്പുഴ ഒപ്പം തൊട്ടപ്പുറത്തുള്ള പാലക്കാട് നിയമസഭാ മണ്ഡലങ്ങളിലെ കുറച്ച് വോട്ടർ പട്ടികയാണ് ലഭിച്ചത്. ആ വോട്ടർ പട്ടികയിൽ പ്രാഥമിക പരിശോധനയിലാണ് നമ്മൾക്ക് 100-ലേറെ വ്യാജ വോട്ടുകൾ കണ്ടെത്താൻ കഴിഞ്ഞത്. ഇനിയും പട്ടികയിൽ പരിശോധന നടത്തിയാൽ അതിൽ കൂടുതൽ വോട്ടുകൾ, വ്യാജ വോട്ടുകൾ കണ്ടെത്താൻ ഒരുപക്ഷെ കഴിഞ്ഞേക്കും. ഏതായാലും ഈ വ്യാജ വോട്ടർമാരായി ഈ പട്ടികയിൽ ഇടം പിടിച്ചവർ അവർ അറിഞ്ഞായിരിക്കണമെന്നില്ല അവർ ഈ വോട്ടർ പട്ടികയിലേക്ക് എത്തിയത്, അവരെ തിരികെ കയറ്റിയത്. അവരെ തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ കൈവശത്ത് രേഖകളുടെ പകർപ്പ് വാങ്ങി വ്യാജ സത്യവാങ്മൂലം നൽകി അപേക്ഷ നൽകിയതാകാനും സാധ്യതയുണ്ട്. ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിക്കാതെ ഒരു കാരണവശാലും BLOമാരുടെ സഹായമില്ലാതെ ഒരു കാരണവശാലും ഈ വോട്ടർ പട്ടികയിലേക്ക് ഇടം നേടാൻ കഴിയില്ല. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ റോഡിനപ്പുറത്തും ഇപ്പുറത്തുമാണ് വോട്ട് ചേർക്കപ്പെട്ടത്. ഈ BLOമാർക്ക് കൃത്യമായി അറിയാം അവർ തൊട്ടപ്പുറത്ത് വോട്ടുള്ളവരാണെന്ന്. അത് സ്ഥിരീകരിക്കേണ്ട ഉത്തരവാദിത്തം അവർക്കാണ്. മാത്രവുമല്ല, അപേക്ഷ ലഭിച്ചു കഴിഞ്ഞാൽ ഈ അപേക്ഷയിൽ ആൾ താമസമുണ്ടോ, അയാൾ സ്ഥിരമായിട്ടാണോ ഈ അപേക്ഷകൻ ഈ പാലക്കാട് മണ്ഡലത്തിൽ താമസിക്കുന്നത് എന്നടക്കമുള്ളത് പരിശോധിക്കണം. അവർക്ക് കൃത്യമായ രേഖകളുണ്ടോ എന്ന് പരിശോധിക്കണം. അങ്ങനെ മേൽവിലാസം ഉൾപ്പെടെ അത് തെളിയിക്കേണ്ട ബാധ്യത അപേക്ഷകരുണ്ട്. അത് ശരിയാണോ രേഖ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ട ചുമതല BLOമാർക്കുമുണ്ട്. ഏതായാലും വലിയ രീതിയിൽ ഗൂഢാലോചന ഇക്കാര്യത്തിൽ നടന്നു എന്ന സംശയം ജനിപ്പിക്കുന്ന രീതിയിലാണ് 100 കണക്കിന് വ്യാജ വോട്ടുകൾ നമ്മൾക്ക് തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇനിയും ഈ മേഖലയിൽ പിരായിരി പഞ്ചായത്തിലാകട്ടെ മുനിസിപ്പാലിറ്റിയിലാകട്ടെ ഇനിയും നമ്മൾ അന്വേഷണം നടത്തുമ്പോൾ ഇനിയും ഇതുപോലെ വ്യാജ വോട്ടർമാരെ കണ്ടെത്താൻ കഴിയും. കാരണം ഈ വോട്ടർ പട്ടിക തന്നെ പരിശോധിക്കുമ്പോൾ പലർക്കും കൃത്യമായ മേൽവിലാസമില്ല, പലർക്കും വീട്ടു നമ്പറില്ല, വീട്ടു നമ്പർ അപൂർണമാണ്, പലരുടെയും മേൽവിലാസം അപൂർണമാണ്. അങ്ങനെ പേരുകളിൽ അവ്യക്തത, മേൽവിലാസങ്ങളിൽ അവ്യക്തത, വീട്ടു നമ്പറിൽ അവ്യക്തത, എല്ലാം അടിമുടി വ്യാജന്മാരെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ തെളിയിക്കുന്ന രീതിയിലാണ് ഇവരൊക്കെ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ അവസാന നാളുകൾ വോട്ടർ പട്ടികയിൽ പേര് നൽകാനുള്ള തീയതി അവസാനിക്കുന്നതിൻ്റെ തൊട്ടുമുമ്പ് അപേക്ഷ നൽകി അവർ ഈ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത്. ഏതായാലും ഈ കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടൽ സ്വാഭാവികമാണ്. കാരണം രാഷ്ട്രീയ പാർട്ടികളൊക്കെ പരാതിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇതിനോടകം സമീപിച്ചു കഴിഞ്ഞു. ഇത് വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളിലെ ആയുധമാകും. രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു. CPM നേതൃത്വം BJPയും കോൺഗ്രസും ചേർന്നാണ് വ്യാജ വോട്ട് ചേർത്ത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതെന്ന് ആരോപിക്കുമ്പോൾ നേരെ മറിച്ച് ഇത് BJPയും CPMും ചേർന്നാണ് ഈ തരത്തിൽ വ്യാജ വോട്ടുകൾ പാലക്കാട്ട് ചേർത്തതെന്ന ആരോപണം കോൺഗ്രസും ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും ആരോപണങ്ങൾ കടുക്കുകയാണ്. ഈ വാർത്ത, ഈ വിവരങ്ങൾ, ഈ വ്യാജ വോട്ടർമാരുടെ വിവരങ്ങൾ റിപ്പോർട്ടർ പുറത്തുവിട്ടതിന് പിന്നാലെ തന്നെ രാഷ്ട്രീയ നേതാക്കളൊക്കെ ഈ കാര്യത്തിൽ പ്രതികരിച്ചു തുടങ്ങി. അവർ അവരുടേതായ ആരോപണങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞു. ജില്ലാ കളക്ടർ അതിൽ പ്രാഥമിക നടപടികളും ആരംഭിക്കുന്നു എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. ഇനി സംസ്ഥാന തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ പ്രതികരണം കൂടി ഈ കാര്യത്തിൽ അനിവാര്യമാണ്. മാത്രമല്ല BLOമാരുടെ പങ്ക് അതാണ് ഏറ്റവും പ്രധാനം. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി BLOമാർ പ്രവർത്തിച്ചു എന്നുള്ളത് അറിയേണ്ടതുണ്ട്.